എനിക്ക് വരാൻ സൗകര്യമില്ല. ആഹാ, നിനക്ക് വരാൻ സൗകര്യമില്ലെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോണം. എന്നേക്കുമായി നിന്റെ പെട്ടിയും പ്രമാണവും എടുത്ത് ഇറങ്ങണ വെളിയില്. അമ്മേ ക്ഷമിക്കമ്മേ, അവരെന്തെങ്കിലും വിവരദോഷം പറഞ്ഞു എന്ന് കരുതി അമ്മ ക്ഷമിച്ചുകളാ. എനിക്ക് ഈ യൂസേഴ്സിനോടൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. ക്ഷമിക്കേണ്ട കാര്യവും ഇല്ല. അമ്മേ, അവൻ കൊച്ചല്ലേ? കൊച്ചോ? ഒരു കൊച്ചുള്ളവനാ ഇവൻ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആ കൊച്ചിനെയും ആ തള്ളയെ ഇവൻ കൊന്നു കാണും. ഒന്ന് ക്ഷമിക്കമ്മേ. എടാ, അമ്മ വിളിച്ചത് കേട്ടില്ലേടാ? ഇങ്ങോട്ട് വാടാ. ഇവിടെ വരാൻ വാടാ ഇങ്ങോട്ട്. എന്താ ഇത്? ആരെങ്കിലും ഒരാളൊന്നും ക്ഷമിക്കേ? ഇവള് പറയുന്ന അഹങ്കാരമൊക്കെ കേട്ടില്ലേ പ്രതാപ? ഇതിന് മറുപടി പറയണ്ടേ? നിങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അത് പ്രതാപേട്ട കേക്ക് എനിക്ക് പറഞ്ഞേ പറ്റൂ. അടങ്ങി നിൽക്ക് യാമിനി. ഏട്ടനോട് ഇരിക്കുന്നത് കണ്ടില്ലേ? യാമിനി വളരെ ശാന്ത സ്വഭാവക്കാരിയായിരുന്നല്ലോ. എന്താ ഇതിപ്പോ ഇങ്ങനെ? പ്രതാപേട്ട, എനിക്കെല്ലാം പറയണം. പ്രതാപേട്ട കേക്ക് എനിക്കെല്ലാം പറഞ്ഞേ പറ്റൂ. യാമിനി, ഇനിയെങ്കിലും ഞാനത് പറയാതിരുന്ന അത് ഈ കുടുംബത്തോട് ചെയ്യുന്ന ദ്രോഹ. അതുകൊണ്ട് എനിക്ക് പറഞ്ഞേ പറ്റൂ. എന്താടി നിനക്ക് ഇത്ര പറയാനുള്ള? ഈ ഇരിക്കുന്നതേ എന്റെ കൂടപ്പിറപ്പുകളാ. നീ എന്ത് കള്ളത്തരം വിളിച്ചു പറഞ്ഞാലും ഇവരൊന്നും അത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. അല്ലെങ്കിലേ എല്ലാവരും ഇവരെ കൊല്ലും. ഇവര് ആരെയും കൊല്ലാൻ പഠിക്കില്ല. ഒരു ദുഷ്ടത്തി അവര്. നീ പോടാ അവിടുന്ന്. ഇവരും ഇവരുടെ ഈ വൃത്തിയായിട്ട് മകനും കൂടിയാ ഈ ദുഷ്ടത്തങ്ങളെല്ലാം ചെയ്യുന്നത്. അമ്മയെ കൊല്ലാൻ സൂര്യമംഗലത്തേക്ക് ഗുണ്ടകളെ അയച്ചത് ഇവരാ. ഇവര് നമ്മുടെ രാജുവിനെ കൊല്ലാൻ ആളെ അയച്ചതും ഇവരാ. ഈ ദുഷ്ട ഇവരൊരു പിശാച. ഇവര് ഏതോ കൊട്ടേഷൻകാരോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഇവരൊരു കൊലപാതകയാ, കൊലപാതകി. ഇടി കള്ളം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറഞ്ഞ സത്യം, സത്യം. ഇവരെ നിങ്ങൾ വിശ്വസിക്കരുത്. ഇവരെല്ലാവരെയും കൊല്ലും. നമ്മളെല്ലാവരെയും കൊല്ലും. പ്രതാപ, നിങ്ങൾ ആരും ഇത് വിശ്വസിക്കരുതേ. ഇവള് പറയുന്ന മൊത്തം കള്ളാ. പ്രതാപ, നീ എന്നെ അവിശ്വസിക്കരുത് മോനെ. പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ അറിയാലോ എല്ലാം. ആ ഗുണ്ട ലോക്കപ്പിൽ കിടന്ന് ഇടികൊണ്ട് എല്ലാ സത്യം വിളിച്ചു പറഞ്ഞു കാണും. ഹലോ സർ, ഞാൻ SP ആണ്. പറയൂ. പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു സർ. കുറ്റം സമ്മതിച്ചോ?
അതെ സർ. അയാള് തറവാട്ടിൽ രാത്രി കയറിയത് ആരെയും കൊല്ലാനൊന്നുമല്ല, ഒരു മോഷണ ശ്രമമായിരുന്നു. രാജു ഇവന്റെ മുഖം കണ്ടു എന്ന് സംശയത്തിന്റെ പേരിലാണ് അവൻ രാജുവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കള്ളമൊഴി തന്നത്. ഓക്കെ. എന്താ ഏട്ടാ? തറവാട്ടിൽ കയറിയത് അവൻ തന്നെയാ. അത് പക്ഷേ മോഷ്ടിക്കാനായിരുന്നു. അവൻ തറവാട്ടിൽ കയറി രാജു കണ്ടുവന്ന സംശയം കൊണ്ടാണ് രാജുവിനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പോലീസിന് മൊഴി നൽകിയത്. കേട്ടല്ലോ? സത്യം ഇപ്പൊ പുറത്തു വന്നില്ലേ? ഇവള് പറഞ്ഞ മര്യാദ കേട്ടനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയണ്ടേ? ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഇവര് ദുഷ്ടയാ, കൊലപാതകി. ഇവരാരെ കൊല്ലും? കൊല്ലും ഞാൻ ഇവരെ. ഇവര് ഞാൻ യാമിനി